ഒന്നാമത് ഈ കട്ടിലേന്ന് എണീക്കാറില്ല. ചായ കുടിക്കാൻ പോലും വരാറില്ല. ഞാൻ ചായ ഇവിടെ കൊണ്ടുവെക്കണം. നമുക്കറിയാം. എന്നിട്ട് ഇവിടെ ഇവിടെ ഇങ്ങനെ കിടന്നോണ്ട് കാണിച്ചു കൊടുക്കണ എങ്ങനെ തലാണ് ഇങ്ങനെ വെക്കും. ഇതാണ് എനിക്കൊരു സന്തോഷമുള്ള കാര്യം. തലാണ് എല്ലാം ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ കിടന്നോണ്ട് ഈ ഒരു ചായ ഇങ്ങനെ കുടിക്കും. പൊസിഷൻ ഇതാണ്. ലക്ഷ്മി വെള്ളം, ഒരു തുള്ളി വെള്ളം. എന്റെ മോനായി ചേച്ചി ടി വി കൂടെ വെച്ച സ്ഥിതിക്ക് ഇനി ഇവിടെ ഇടക്കിടക്ക് പരിപാടി ഇടക്കിടക്ക് എന്നെ ക്ഷയിക്കാൻ വരുന്നത്. വേറൊരു പ്രോഗ്രാമിന് നമ്മൾ പോയപ്പോ, നമ്മളല്ല നിങ്ങൾ രണ്ടുപേരും കൂടി പോയപ്പം അവിടെ അഖിലേട്ടന് കിട്ടിയ ഒരു കടി കാണിച്ചായിരുന്നു. ഇന്ന് ചേച്ചിയുടെ കരുതലാണ് ഒരു പാടുള്ളത്. ഞാൻ ആ മേക്കപ്പ് ഇട്ട് കൊടുത്തേ. പിന്നെ ഇത് ഒരു ഗസ്റ്റ് റൂമാ, ഇതിനകത്ത് ആൾക്കാരുണ്ടോ? ഇല്ല, കയറിക്കോ. ഇതൊരു ഗസ്റ്റ് റൂം. ഇത് നമ്മുടെ ഒരു നമ്മുടെ അവിടുത്തെ വെളിയിലത്തെ വ്യൂ കാണിച്ചില്ലല്ലേ? ഇത് ഇവിടുന്ന് അത് അതിനകത്തല്ലേ? അതാ നമ്മുടെ അന്തരീക്ഷമൊക്കെ ഇപ്പൊ ഈ പറഞ്ഞാണ് ഒരു പച്ചപ്പും പരിപാടിയൊക്കെ ഉണ്ട്. പ്രകൃതി എന്ന് പറഞ്ഞപ്പോൾ പ്രകൃതി പ്രാർത്ഥന ആ ഒരു പേരിന് ഞാനത് ചോദിക്കാണ് റാൻഡംലി. എന്റെ ജീവിതം ഞാൻ പൊതുവെ എന്നെ പഠിപ്പിക്കുന്നത് മൊത്തം ഈ പ്രകൃതിയാണ്. എന്റെ അനുഭവങ്ങളും ചുറ്റുപാടുകളും. പ്രകൃതി എന്ന് പേരിട്ടതിന്റെ പേരിൽ അവിടെ ആകെ വിഷയമാണ്. നിനക്കറിയാവോ ആങ്കൊച്ചാണെങ്കിൽ മനുഷ്യൻ എന്ന് പേരിടായിരുന്നു. മനുഷ്യൻ എങ്ങനെ വിളിക്കും? മനുഷ്യാന്ന് വിളിച്ചേ. അല്ല, നീ മനുഷ്യന്ന് വിളിച്ചേ. അത്രേ ഉള്ളൂ. മനുന്ന് വിളിച്ചോട്ടെ. മനുന്ന് പേരിടണം. മനുഷ്യൻ ആണാന്നുണ്ടെങ്കിൽ ഇടി ഞാൻ ഈ പൊന്നൂല്ലേ, പൊന്നൂര് ഞാൻ പുഴാന്ന് പേരിടായിരുന്നു. മണ്ണടിയായിരുന്നു. ഫേസ്ബുക്കിലും പേരിട്ടു. എന്റെ ഇളയ മകന്റെ പേര് പുഴ. അല്ല, ഫേസ്ബുക്കിൽ എനിക്ക് ആദ്യം അഗ്നി എന്നായിട്ടത്. പിന്നെ അഗ്നി കത്തി തീരും എന്നൊക്കെയുള്ള ചിന്ത വന്നപ്പം ആളി കത്തിക്കും, അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാരെ ശുദ്ധീകരിക്കും നടത്തുന്നുണ്ടെങ്കിലും ഞാൻ പിന്നീട് പുഴ എന്ന് കിട്ടുന്നത്. ഞാൻ എപ്പോഴാണ് അവള് പറഞ്ഞ പ്രാർത്ഥന. എന്നാ പിന്നെ വലിയ കുഴപ്പമില്ലാത്തോണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ പ്രകൃതിന്നും പ്രാർത്ഥന ഒരു ഭ്രാന്തൻ പ്രാപ്രാസം വേണ്ടേ? മൂന്നാമത് എന്തായാലും ഉണ്ടാവും. പ്രകൃതി, പ്രാർത്ഥന, പ്രാന്തൻ. 5 വേണോന്നാ ചേച്ചി പറഞ്ഞത്. 5 പിള്ളേര്. 5 അല്ല, മൂന്നാമത് എന്തായാലും കാണും. പിള്ളേരെ ഉണ്ടാക്കി കൊടുക്കുന്ന മെഷീനാണല്ലോ ഞാൻ.